ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിന്നൊരു ദിവസത്തെ വീഡിയോസാണ് കാണുന്നത്. തലേന്ന് നമ്മൾ സ്പഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് മക്കളെ സ്കൂളിൽ കൊണ്ട് വിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് പോയിട്ടാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ പ്രിൻറ്റ് കേക്ക് വെക്കാനുള്ള പ്രിൻറ്റുകൾ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്നത്തെ ദിവസം നല്ല വർക്കുള്ള ദിവസമായിരുന്നു. മുട്ടസുർക്ക മുട്ടമാല 50 മുട്ടയിട്ട് മുട്ടസുർക്ക മുട്ടമാല ഉണ്ടായിരുന്നു. പിന്നെ പഴനിറവ്, ചട്ടിപ്പത്തിരി, കേക്കിൻ്റെ വർക്ക്, അങ്ങനെ എല്ലാ വർക്കുകളും കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ട് കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. സാധനങ്ങൾ വാങ്ങിച്ച് വന്നതിൻ്റെ ശേഷം ഒരു 10:30-11 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുട്ടസുർക്ക സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് എന്നിട്ട് അതിൻ്റെ ഉണ്ണിയിട്ട് മുട്ടമാല ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ മുട്ടമാലൊക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പഴനിറവും, അങ്ങനെ ഇതൊക്കെ കാലത്ത് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വേഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്ന് കേട്ടോ. അപ്പോൾ അതാണ് മുട്ടസുർക്ക സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മുട്ടസുർക്ക ഇങ്ങനെ ആകുമ്പോൾ വേവാൻ നല്ല ടൈം എടുക്കും. കാരണം മുട്ടയുടെ വെള്ളം മാത്രമായിട്ടല്ലേ, മുട്ടയും മഞ്ഞയും വെള്ളം കൂടിയിട്ടാകുമ്പോൾ പെട്ടെന്നാവും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറേ ടൈം എടുക്കും. അങ്ങനെ ഞാനിവിടെ 50 മുട്ട ഇട്ട് മുട്ടസുർക്ക മുട്ടമാല വാങ്ങിക്കുക 1000 രൂപ കേട്ടോ. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ ചട്ടിപ്പത്തിരി ഒക്കെ സെറ്റ് ചെയ്ത് അത് ചട്ടിപ്പത്തിരി കഴിക്കുകയും ചെയ്തിട്ടാ. എന്നിട്ടാണ് പിന്നെ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്ന്. അങ്ങനെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്ത് ഇത് 2 ടയറിൻ്റെ കേക്കായിരുന്നേ. പിന്നെ ഒരു 1 kg, പിന്നെ 2 കിലോൻ്റെ ടോൾ കേക്ക്, അങ്ങനെ ആയിട്ടായിരുന്നു വർക്ക്. അങ്ങനെ നമ്മൾ പിന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ഡെലിവറി ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ ഇക്കൊക്കെ നാട്ടിലുണ്ടാവുന്ന ടൈമിൽ ഇങ്ങനെ ഗൾഫിൽ പോകുമെന്ന് പറയുമ്പോൾ പറയുന്നത് ആ കുഴപ്പമില്ല, ഡെലിവറി അല്ലേ, കുഴപ്പമില്ല, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളല്ല, കൊണ്ടുകൊടുക്കാനൊന്നും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയുന്നത്. സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മൾ തന്നെ ഡെലിവറി ചെയ്യുകയും വേണം, എന്താ പറയുക, ഉണ്ടാക്കുകയും വേണം. ഈ കേക്കിൻ്റെ വർക്ക് നമുക്ക് ഈവൻറ്റ് വർക്ക് ചെയ്യുന്ന ജംഷിയാണ് കേട്ടോ. ഈ ജംഷി ഈവൻറ്റ് അവരാണ് നമുക്ക് ഈ കേക്കിൻ്റെ വർക്ക് തന്നത്. ഇതിൻ്റെ കൂടെ 20 കപ്പ് കേക്കും പിന്നെ 2 കിലോ കേക്കായിരുന്നു. അങ്ങനെ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാൻഡ് വന്ന് ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേപ്പർ ഞാൻ അടിയിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഒരു ഭാഗം ഉയരണ്ടായിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ട് അങ്ങനെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കേക്ക് ഇങ്ങനെ ചെരിഞ്ഞ പോലെ ആയിട്ട് കാണുന്നത്. അങ്ങനെ തീം യെല്ലോ കളറായിരുന്നു കേട്ടോ, യെല്ലോ വൈറ്റ്. പിന്നെ കപ്പ് കേക്ക് ബ്ലൂ യെല്ലോ വൈറ്റ്, അങ്ങനെ ആയിട്ടുള്ള കളറായിരുന്നു. ഈ കേക്കിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും അവർ തന്നിട്ടില്ല, നമ്മളോട് കളർ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. ഒരു ബ്രൈഡിൻ്റെ പിക്കും വെച്ചെടുത്ത് കുറേ ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ വെച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ പൊന്നാനി ബീച്ചിലേക്കായിരുന്നു ഇതിൻ്റെ ഡെലിവറി. 5 മണിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, അതിവിടെ വന്നിട്ട് പിക്ക് ചെയ്തതായിരുന്നേ. ആ ഒരു ബോളിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു, ഫുട്ബോൾ തീം അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ വേറൊരു കേക്ക് ഉണ്ട്, അത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എവിടേക്കാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേക്ക് ഡെലിവറി ചെയ്തിട്ട് വരുമ്പോൾ ഒരു 5:45 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് പറയുന്നത് നരിപ്പറമ്പ് അതലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് കേക്ക് ഡെലിവറി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊക്കെയായിരുന്നു ഡെലിവറി ചെയ്തിരുന്നത്. അങ്ങനെ രാത്രിയായിട്ട് ഇപ്പം പെട്ടെന്ന് രാത്രിയാവുന്നുണ്ടല്ലോ, നല്ലൊരു ഇട്ടാവുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ബിസ്മിയും പറഞ്ഞു പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ എല്ലാ കേക്കും ഡെലിവറി ഒക്കെ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ 3 കേക്കിനും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.